ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് പിയർ പ്രഷർ. എന്താണ് പിയർ പ്രഷർ എന്നറിയാമോ? നമ്മുടെ കൗമാരപ്രായക്കാരായ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രഷർ. നമ്മൾ മുതിർന്നവർക്ക് ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും ഒക്കെ കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ പാവം ടീനേജിലെ കുഞ്ഞുങ്ങൾ, അതായത് അഡോളസൻസിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നൊരു പ്രഷറാണ് പിയർ പ്രഷർ. അതായത് സമപ്രായക്കാർ ചെലുത്തുന്നൊരു പ്രഷർ. എന്തിനാണെന്നറിയോ ഈ പ്രഷർ? അവരുടെ ഗ്രൂപ്പിലേക്ക് ഈ കുഞ്ഞും കൂടെ ഇൻവോൾവ് ആവണമെങ്കിൽ ചില കാര്യങ്ങൾ ഈ കുട്ടി ചെയ്തേ പറ്റൂ. ചില ആറ്റിറ്റ്യൂഡ്സും ചില ബിലീഫ്സും നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റേണ്ടി വരുന്നു കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട്. ഇതിൻ്റെ പേരാണ് പിയർ പ്രഷർ. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും അനുഭവിക്കുന്നൊരു പ്രഷറാണ്. കാരണം അവർക്ക് ആ ടീമിൽ, ആ ഗ്രൂപ്പിൽ അവർക്ക് ചേരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തേ പറ്റൂ. അവർ പഠിച്ച വാല്യൂസും അവരുടെ വിശ്വാസങ്ങളെയും എല്ലാം ഒരു പക്ഷേ അവർക്ക് ഇതിൽ വ്യതിചലിക്കേണ്ടി വന്നു പോകുന്നു. ഇതിൻ്റെ പേരാണ് പിയർ പ്രഷർ. ഇത് ഒരുപാട് നെഗറ്റീവാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതിന് ചെറിയ പോസിറ്റീവ്സുമുണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്നത്, ചില ഇൻട്രോവേർട്ടായ കുഞ്ഞുങ്ങളുണ്ട്, എന്താ പറയുക, എന്തുകൊണ്ടോ തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ചില കുട്ടികളുണ്ട്. കൂട്ടുകാരുമായി ചേരാതെ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാനും അവരുടെ ഒരു ടീമിൽ ചേർക്കാനും ഒക്കെ പിയർ പ്രഷർ പലപ്പോഴും സഹായകരമാകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ നെഗറ്റീവ്സാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ആൻറ്റി സോഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെടുക, പല ലിമിറ്റ്സും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഡ്രഗ് അബ്യൂസ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ പിയർ പ്രഷർ കൊണ്ട് വന്നു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂവ്മെൻറ്റ്സിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് അവരുടെ കൂട്ടുകാരാരാന്ന് പാരൻസായി നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അവരുടെ പാരൻസായിട്ട് നല്ലൊരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ ആകുമ്പം ഈ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നന്നായി മോണിറ്റർ ചെയ്യാനും അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യാനും നമ്മൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീനേജിലെ കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്ന. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അവർ ചൈൽഡ്ഹുഡിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അഡൽട്ട്ഹുഡിൽ എത്തിയതുമില്ല. അപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഹീറോ വർഷിപ്പ്, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സ്റ്റാൻഡ് എവിടെയാണ് എന്നൊക്കെ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വളരെ അനുഭാവത്തോടു കൂടിയ ഒരു സമീപനവും സപ്പോർട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ഓക്കെ, താങ്ക് യു.